അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മാ കദബൽ ഫുആദു മാ റഅ ഫതുമാറൂനഹു അലാ മാ യറ. ഇതുമായി ബന്ധപ്പെട്ട് സൂറത്ത് നജ്മിലെ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ജബ്ബാർ ഉന്നയിക്കുന്ന മറ്റൊരു യുക്തിവാദം, ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്ത് വന്നത് മുഹമ്മദുമായിട്ട് സ്വകാര്യം പറയാനായിരുന്നുവെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രശ്നമാവില്ലായിരുന്നു. ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ജനങ്ങളോട് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ജനങ്ങൾ ജിബ്രീലിനെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞത് തികച്ചും ന്യായമായിട്ടുള്ളൊരു അവകാശമാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഗതി താൻ കാണുന്നു എന്ന് പറയുന്നത് അത് മാനസികമായിട്ടുള്ള മെൻ്റലി ഇല്യൂഷനാണെന്നാണ് ജബ്ബാറിൻ്റെ വാദം. അപ്പോൾ ജബ്ബാർ പറയുന്നതനുസരിച്ച് ഈ അവകാശം എന്ന് പറയുന്നത് എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. മനുഷ്യന് അതും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ കണ്ടേ അംഗീകരിക്കുമോ? അവർക്ക് അത് കാണേണ്ടത് അവരുടെ അവകാശമാണ്. ഇതെല്ലാ സംഗതികളെ സംബന്ധിച്ചും ജബ്ബാർ പറയും. ജബ്ബാർ എന്നല്ല, ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളോ നാസ്തികന്മാരോ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വാദം ഉന്നയിക്കുമോ? അത് ഉന്നയിക്കും എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെ അത്തരമൊരു വാദം അവർക്കില്ലെങ്കിൽ പിന്നെ ജിബ്രീലിനെ കാണണം എന്ന് പറയുന്നത് അത് അവരുടെ അവകാശമായി മാറുന്നത് എങ്ങനെയാണ്? മാത്രവുമല്ല, വഹ്യ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് എന്ന് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കോ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വഹ്യ് എന്ന് പറയുന്നത് എല്ലാവർക്കും നൽകുന്ന ഒരു ഏർപ്പാടല്ല. അതിനല്ല വഹ്യ് എന്ന് പറയുന്നത്. വഹ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം തന്നെയും അർത്ഥം തന്നെയും വളരെ രഹസ്യമായ ഗൂഢമാർഗത്തിലൂടെ വിവരം നൽകുകയാണ്. ഇവിടെ അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് വഹ്യ് ലഭിക്കുന്നു, മലക്കിലൂടെ വഹ്യ് ലഭിക്കുന്നു എന്ന് പറയുന്നത് ജബ്ബാറിന് അത്, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കാം. കാരണം അവർ യുക്തിവാദികളാണല്ലോ. ദൈവം തന്നെ ഇല്ലാത്തവൻ്റെ കൂട്ടർക്ക് പിന്നെ എന്ത് ദൈവത്തിൻ്റെ സന്ദേശമാണ്? അപ്പോൾ അവരത് അംഗീകരിക്കില്ലാന്നുള്ളത് ശരി. എന്നാൽ ജബ്ബാറിന് ബോധ്യപ്പെട്ട് വന്ന് ജബ്ബാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ജബ്ബാർ ജനങ്ങൾക്ക് ആയിട്ട് പങ്കുവെച്ചുകൊണ്ടാണോ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇവിടെ ഒരിക്കലും തന്നെ മലക്കിനെ കാണുക, അല്ലെങ്കിൽ മലക്ക് പ്രവാചകന്മാരുടെ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മാത്രം ബന്ധപ്പെട്ടുമല്ല, ലോകത്ത് ആഗതരായിട്ടുള്ള വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെയൊക്കെ അടുത്ത് വന്നിട്ടുള്ളത് വഹ്യുമായി, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശവുമായി വന്നിട്ടുള്ളത് ജിബ്രീലാണ്. ഈ ജിബ്രീലിനെ കാണിച്ചു കൊടുക്കുക എന്നത് ഒരു കാലഘട്ടത്തിലും പ്രവാചകന്മാർ ചെയ്തിട്ടില്ലാത്തൊരു സംഗതിയാണ്. മാത്രമല്ല, അത് പ്രവാചകന്മാർക്ക് മാത്രം ചെയ്യാവുന്നൊരു സംഗതിയല്ല. അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ മാത്രം തീരുമാനം അനുസരിച്ച് നടക്കുന്ന ഒരു സംഗതിയാണത്. പിന്നെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്, ജിന്ന്, മലക്ക് പോലെയുള്ള ഈ സൃഷ്ടികളെ കാണാനുള്ള കഴിവ് അവരുടെ കണ്ണിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ കാണാനുള്ള കണ്ണില്ല, അതുപോലെ തന്നെ മലക്കുകളെ കാണാനുള്ള കണ്ണില്ല, ജിന്നിനെ കാണാനുള്ള കണ്ണില്ല. ജിന്നിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു.
അവനും അവൻ്റെ ആളുകളും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മലക്കിൻ്റെ അവസ്ഥ. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലവാരത്തിലേക്ക് അള്ളാഹു അവരെ ഉയർത്തിയത് കൊണ്ട്, അവർക്ക് ദിവ്യമായിട്ടുള്ള വെളിപാട് ലഭിക്കുന്നത് കൊണ്ട്, അവർക്ക് മലക്കിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാനുള്ള കണ്ണ് അള്ളാഹു ചില ഘട്ടങ്ങളിൽ അത്തരൊരു കാഴ്ച, എല്ലാ സമയത്തും അല്ല, ചില ഘട്ടങ്ങളിൽ അവർക്ക് അത്തരൊരു കാഴ്ച അള്ളാഹു നൽകുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷമായിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹു അവരുമായി മാത്രം ബന്ധപ്പെടുത്തി ചെയ്യുന്നൊരു സംഗതിയാണ്. ഈ സംഗതി തങ്ങൾക്ക് കൂടി കാണണം എന്ന് യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകളാരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് ജബ്ബാറിൻ്റെ വകയാണ്. ജബ്ബാർ തള്ളലാണല്ലോ മൂപ്പരുടെ ആകെപ്പണി. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജബ്ബാറിനെ ബാധിച്ചിട്ടുള്ള ഒരു മെൻ്റലി ഇല്യൂഷനാണ്. ഈ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം ബാധിക്കുന്നതും വേറൊരു വിഭാഗത്തിന് ഒഴിച്ചു നിർത്തേണ്ടതുമായിട്ടുള്ള അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മെൻ്റലി ഇല്യൂഷൻ ബാധിച്ചിട്ടുള്ള ആൾ ജബ്ബാറാണ്. അതുകൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെയുള്ള പിച്ചും പെയ്യും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലക്കിനെ കാണുക എന്നുള്ളത് അല്ല മനുഷ്യൻ്റെ അവകാശം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അവകാശം യഥാർത്ഥത്തിൽ മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ട് അവന് സന്മാർഗ ദുർമാർഗങ്ങൾ തിരിച്ചറിയുക എന്നത് സാധാരണഗതിയിൽ സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. കാരണം മനുഷ്യൻ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത അഭിരുചികൾ, താല്പര്യങ്ങൾ, ഇതൊക്കെയുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ്, മറ്റു ജീവികളെപ്പോലെയല്ല. അതുകൊണ്ട് അവന് ശരിതെറ്റുകൾ നിർണയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവൻ സ്വയം ശരിതെറ്റുകൾ നിർണയിച്ചാൽ അത് ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാവാം, മറ്റൊരാളുടെ തെറ്റ് മറ്റേയാളുടെ ശരിയാവാം. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിതെറ്റുകളുടെ കാഴ്ചയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ. അപ്പോൾ മതവിശ്വാസികൾ കാണുന്ന കണ്ണിലൂടെയല്ല ശരിതെറ്റുകളെ ഭൗതികവാദികൾ കാണുന്നത്. ഭൗതികവാദികൾ തന്നെ ഒരേ രീതിയിലല്ല ശരിതെറ്റുകളെ കാണുന്നത്. നാസ്തികന്മാർക്ക്, യുക്തിവാദികൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതുപോലെ മറ്റ് ഭൗതികന്മാർക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ടാവും. മാർക്സിസ്റ്റുകാർക്ക് ഒരു കാഴ്ചപ്പാടാണുള്ളതെങ്കിൽ സോഷ്യലിസ്റ്റുകൾക്ക്, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഭൗതികവാദികൾക്ക് പോലും അവരുടെ ഇത്തരത്തിലുള്ള ശരിതെറ്റുകളെ സംബന്ധിച്ചും മനുഷ്യൻ്റെ വിജയപരാജയങ്ങളെ സംബന്ധിച്ച് അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിക്കാൻ കാരണം മനുഷ്യന് നിയതമായിട്ട് ശരിതെറ്റുകൾ കണ്ടെത്താനുള്ള കഴിവില്ലാനുള്ള, ചില ശരികളും ചില തെറ്റുകളും ഒക്കെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ആത്യന്തികമായി അവർക്ക് അങ്ങനെ ഒരു കഴിവില്ല. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു അവരിൽ നിക്ഷേപിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനോട് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് എൻ്റെ മാർഗദർശനം വരും, അങ്ങനെ മാർഗദർശനം വന്നു കിട്ടുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പ്രവാചകന്മാരിലേക്ക് ജിബ്രീലിനെ സന്ദേശവുമായിട്ട് അയക്കുന്നത്. ആ സന്ദേശം പ്രവാചകന്മാർ മലക്കിൽ നിന്ന് സ്വീകരിച്ച് ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ആളെ ഗവൺമെൻറ് ആർക്കാണോ ഈ ഉത്തരവ് നൽകുന്നത്, ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്, അത് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവ് നിരാകരിച്ചാൽ ആ ജനങ്ങളെ ന്യായീകരിക്കാവോ ജബ്ബാർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ വിമർശിക്കാവോ? ഇത് എല്ലാ കാര്യത്തിലും സംഗതമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞ് അത് സ്വീകരിക്കാൻ പറ്റൂ എന്നത് മനുഷ്യർ സാധാരണ ഭൗതിക ജീവിതത്തിൽ പോലും അംഗീകരിക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ നന്മതിന്മകൾ സംബന്ധിച്ചുള്ള ചരിതെറ്റുകളെ സംബന്ധിച്ച്, സന്മാർഗ ദുർമാർഗങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നൽകുന്ന, മലക്കിലൂടെ നൽകുന്ന സന്ദേശം
അത് പ്രവാചകൻ പറഞ്ഞാൽ കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്കും മലക്കുകളെ കണ്ടെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയാൻ ഒരവകാശവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഈ സംഗതി ആദ്യത്തെ ദിവസം തന്നെ തള്ളിക്കളഞ്ഞതാണ്. ആ തള്ളിക്കളഞ്ഞതിനാണ് ഇവിടെ യഥാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞ ഈ ആവശ്യത്തെയാണ്, നിരാകരിക്കപ്പെട്ട ആവശ്യത്തെയാണ് ഇവിടെ ജബ്ബാർ ന്യായീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് യുക്തി രഹിതമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് ജബ്ബാർ ഇപ്പം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിഭദ്രമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ജബ്ബാർ വിഷയം കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരം ജബ്ബാറിന് ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ ആകെയിൽ ജബ്ബാറിനുള്ളത് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനോരോഗിയായിട്ട് ചിത്രീകരിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ജബ്ബാർ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വാദഗതി അത് യഥാർത്ഥത്തിൽ യുക്തിവിരുദ്ധമാണ് എന്നതാണ് വസ്തുത. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കാണുന്നത് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണമല്ല. തൻ്റെ കയ്യിൽ പെട്ടിട്ടില്ലാത്തൊരു സംഗതി തനിക്കെങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുക? അതേ അവസരം തനിക്ക് ബോധ്യപ്പെട്ട താൻ നേരിൽ കണ്ടിട്ടുള്ള പൂർണ്ണ 100% ഉത്തമ ബോധ്യമുള്ളൊരു സംഗതി അത് ജനങ്ങളോട് പറയാൻ അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് ആ സംഗതി പറഞ്ഞു. അദ്ദേഹം ജനങ്ങൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു. അത് സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഒരു പ്രവാചകനും യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രവാചകന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്ത് ഈ നിലവിലുള്ള വ്യവസ്ഥിതികൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ഭൗതികന്മാരായാൽ പോലും പ്രവാചകന്മാരുടെതൊക്കെ അവിടെ നിൽക്കട്ടെ, ഭൗതികന്മാരുടെ കാര്യത്തിൽ പോലും അവർ സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും എല്ലാവരും സർവ്വസമ്മതമായിട്ട് അവർ പറയുന്നത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജി, അതുപോലെ തന്നെ കഴിഞ്ഞ ജർമ്മനിയിൽ കാൾമാസും എംഗൽസും, ഇങ്ങനെ ലോകത്ത് അവർ ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരിൽ നീങ്ങിയിട്ടുള്ള മനുഷ്യരുടെ സമൂഹത്തിൻ്റെ നിലവിലുള്ള ആചാര സമ്പ്രദായങ്ങൾക്ക് വിശ്വാസങ്ങൾക്കൊക്കെ എതിരിൽ നീങ്ങിയിട്ടുള്ള ഏത് മനുഷ്യനാണ്, അത് പ്രവാചകന്മാരായാലും ഭൗതികന്മാരായാലും ഏത് മനുഷ്യരാണ് അവർ ഈ സംഗതികൾ ഉന്നയിച്ച കാലഘട്ടത്തിൽ അവരുടെ സമൂഹത്തിൽ സ്വീകാര്യരായിട്ടുള്ളത്? ആരും സ്വീകാര്യരായിരുന്നിട്ടില്ല. കാരണം മനുഷ്യൻ സമൂഹം എപ്പോഴും അവർ നിലകൊള്ളുന്ന ഒരു വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി വരുന്ന ആരെയും എതിർക്കും എന്നുള്ളത് ശരിയാണ്. അതാണിവിടെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അതിനെയൊക്കെ ന്യായീകരിക്കേണ്ടി വരിക, അതിനൊക്കെ ചൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ മേലോപ്പ് ചാർത്തി കൊടുക്കുക, അതിനൊക്കെ മെൽമുതാകം പാടുക എന്നൊക്കെ പറഞ്ഞാൽ ഈ യുക്തിവാദികളുടെ ഒരു ഗതികേട് എന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ ഗതികേടിൽ നിന്നുകൊണ്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള വാചോട്ടപ്പങ്ങൾ അല്ലെങ്കിൽ പിച്ചുംപേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അല്ലാതെ ഇതിൽ യാതൊരു യുക്തിബോധവുമില്ല, യുക്തിപരമായിട്ടുള്ള യാതൊരു ന്യായീകരണവും അർഹിക്കാത്ത ചില പ്രയോഗങ്ങളാണ്, വാദഗതികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്.